പാർലമെന്റ് ശീതകാല സമ്മേളനം ഇന്ന് 10 ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി സഭ പ്രക്ഷുബ്ധമായി ഇളകി മറിയുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം എംപിമാർ ശക്തമായ പ്രതിഷേധങ്ങൾ പാർലമെന്റ് അകത്തളത്തിലും പാർലമെന്റിന് പുറത്ത് കവാടത്തിലുമായി കടുത്ത പ്രതിഷേധങ്ങളുടെ രീതിയിൽ തന്നെ പ്രകടമാക്കി. വോട്ട് കൊള്ളയും SIRലും തുടങ്ങി മോദിയുടെ അഴിമതിയുടെ വിഴുപ്പ് ഭാണ്ഡങ്ങളെല്ലാം കുടഞ്ഞിട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. വന്ദേമാതരം ദേശഭക്തി ഗീതം ഉയർത്തി മോദി നെഹ്റുവിനെ ഇകഴ്ത്തി സംസാരിച്ചപ്പോൾ ചുട്ട മറുപടിയുമായി എംപിമാർ രംഗത്ത് വന്നു. പ്രിയങ്ക ഗാന്ധി മോദിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ചീറ്റപ്പുലിയെപ്പോലെ വാക്ശരങ്ങൾ തൊടുത്തു. നെഹ്റു കുടുംബത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും സംഘപരിവാർ പരികർമ്മിയെന്ന് നടിക്കുന്ന മോദിക്ക് യോഗ്യതയില്ല എന്ന് തുറന്നടിച്ചു പ്രിയങ്ക ഗാന്ധി, ഒപ്പം മഹുവ മൊയ്ത്രയും. അതിന് പിന്നാലെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയും മോദിക്ക് ലക്ഷ്മണരേഖ വരച്ചുകൊണ്ട് കടന്നാക്രമിച്ചത്. പക്ഷേ മോദി ഇന്നലെ രാഹുലിൻ്റെ പ്രസംഗം കേൾക്കാൻ കേൾപ്പില്ലാത്തത് കൊണ്ടാവണം സഭയിൽ ഹാജരായില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് മോദിയോടുള്ള ചോദ്യങ്ങളും മോദിയുടെ ഏറ്റവും ഹീനമായ ചെയ്തികളും ഉയർത്തി പ്രസംഗത്തിലൂടെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. വോട്ട് കൊള്ളയാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മോദിയും അമിത്ഷായും വരുതിയിലാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭയിൽ SIR ചർച്ചയ്ക്കിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനങ്ങളൊക്കെ തന്നെയും. SIR നടപടിയിൽ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തത്. ഗാന്ധി വധത്തിന് ശേഷമുള്ള രണ്ടാമത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ RSSന്റെ നേതൃത്വത്തിലുള്ള പിടിച്ചടക്കലാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഏറ്റവും വലിയ രാജ്യവിരുദ്ധതയാണ് വോട്ട് കൊള്ള, അത് നടത്തുന്നവർ രാജ്യദ്രോഹികളെന്നും രാഹുൽ നിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രതികരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ മാറ്റി ഇത് കമ്മീഷനെയും മോദിയുടെയും അമിത്ഷായുടെയും വരുതിയിൽ കൊണ്ടുവരാനായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് മോദിയെ ഉന്നമിച്ചു. കോൺഗ്രസ്സാണ് ഭരണഘടനയെ നശിപ്പിച്ചതെന്നും കോൺഗ്രസ് മുസ്ലിം വോട്ടിന് വേണ്ടി ധാർമ്മികത അടിയറവ് വെച്ചെന്നും നിഷികാന്ത് ദുബൈ പറഞ്ഞതിന് കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം പ്രതികരിച്ചത്. അതേസമയം രാജ്യസഭയിൽ വന്ദേമാതരം ചർച്ചയിൽ പതിവ് പോലെ നെഹ്റുവിനെ വിമർശിച്ചായിരുന്നു അമിത്ഷായുടെ പ്രസംഗവും. നെഹ്റുവും കോൺഗ്രസും വന്ദേമാതരത്തെ രണ്ടായി വിഭജിച്ചെന്നും വന്ദേമാതരത്തെ പിന്തുണച്ചവരെ ഇന്ദിരാഗാന്ധി ജയിലിൽ അടച്ചെന്നും പറഞ്ഞ അമിത്ഷായ്ക്ക് മറുപടിയുമായി ഖാർഗെ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഖാർഗെയുടെ പിന്നിൽ അണിനിരക്കുകയായിരുന്നു. കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജയിലിൽ പോകുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നുവെന്നും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നുവെന്നും ബ്രിട്ടീഷ് കമ്പനിപ്പട നേതാക്കളുടെ ഷൂ നക്കി പ്രീതി സമ്പാദിച്ച നിങ്ങൾക്ക് രാജ്യസ്നേഹത്തിൻ്റെ വിലയറിയില്ല എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ അമിത്ഷായ്ക്ക് മറുപടി നൽകി. ലോക്സഭയിലും രാജ്യസഭയിലും രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ഭരണപക്ഷ ശ്രമം പരസ്പര വാക്ക് തർക്കത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. രാജ്യത്തെ സംബന്ധിക്കുന്ന അതിപ്രധാന കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കാര്യകാരണസഹിതം മറുപടി പറയേണ്ടതിന് പകരം മൈക്ക് ഓഫ് ചെയ്യുകയും അനാവശ്യ ബഹളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന നടപടി ഇതാദ്യമായല്ല ഭരണപക്ഷം നടത്തുന്നത്. മോദി സർക്കാർ ഭരണത്തിൽ കയറിയ കാലം മുതൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെ അസഹിഷ്ണുതയോടെ മാത്രമേ മോദിയും സംഘവും കണ്ടിട്ടുള്ളൂ. ഭരണഘടന അനുശാസിക്കുന്ന കീഴ്വഴക്കങ്ങളിൽ നിന്നുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജ്യത്തെ പൊതിഞ്ഞു പിടിക്കുകയാണ്. അവകാശങ്ങളെയൊക്കെ പാർലമെന്റിൽ നിഷ്ഠൂരമായി ചവിട്ടിമെതിക്കുന്ന സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെയൊക്കെ യാതൊരു ജനാധിപത്യ മര്യാദകളും പാലിക്കാതെ മോദി കടന്നാക്രമിക്കുന്നതും കുടുംബപരമായി അവഹേളിക്കുകയും ചെയ്യുന്ന നടപടിയാണ് കൈക്കൊള്ളുന്നത്. രാഹുൽ ഗാന്ധിയുടെ കുറിക്കുകൊള്ളുന്ന പാർലമെന്റിലെ പ്രസംഗത്തിൻ്റെ കടുത്ത ചൂട് ഭരണപക്ഷത്തെ പൊള്ളിക്കുക തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. RSS പിന്തുടരുന്നത് അരാജകത്വമാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ RSS പിടിച്ചടക്കുന്നുവെന്നും സത്യത്തെ RSS മറച്ചു പിടിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് കൊള്ളയെ മുൻനിർത്തിയാണ് രാഹുൽ ഗാന്ധി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി സംസാരിച്ചത്. ഇരു സഭകളിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും വന്ദേമാതരം വിഷയവുമൊക്കെ ആയിരുന്നു ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നത്. പ്രധാനമന്ത്രിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നെഹ്റുവിനെ ഉന്നം വെച്ച് സംസാരിച്ചത് സഭയിൽ ബഹളം ഉണ്ടാക്കി. രാജ്യത്തിൻ്റെ കാതലായ വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട്
ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച് ഓടി ഒളിക്കുകയാണ് മോദിയും കൂട്ടരും ചെയ്യുന്നത്. നെഹ്റുവിൻ്റെ മഹത്വം തിരിച്ചറിയാത്ത മോദിക്ക് മുന്നിൽ ആരാധനാമൂർത്തിയായ ഗോഡ്സെ നിറഞ്ഞു നിൽക്കുമ്പോൾ അന്ന് രാഷ്ട്രപിതാവിൻ്റെ രക്തത്തിനായി ദാഹിച്ച RSSൻ്റെ പാതയിൽ തന്നെയാണ് മോദി എന്ന് തെളിയിക്കുകയാണ്. രാഷ്ട്രപിതാവിൻ്റെ നെഞ്ചിലേക്ക് ഉതിർത്ത അതേ വെടിയുണ്ട ഇന്ന് മോദി തൻ്റെ വാക്കുകളിലൂടെ ദേശസ്നേഹികളുടെ രാഷ്ട്രശില്പികളുടെ ഇടനെഞ്ചിലേക്ക് വർഷിക്കുകയാണ്. എന്ത് യോഗ്യതയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടരാൻ RSS സംഘപരിവാർ ചട്ടുകമായ മോദിക്ക് ഉള്ളത് എന്നാണ് രാജ്യം ഇപ്പോൾ ചോദിക്കുന്നത്. തെളിച്ചമുള്ള കൊള്ളയുടെ ബീഭത്സത രാജ്യത്തിൻ്റെ ആത്മാവിനെ ചൂഴ്ന്നു നിൽക്കുമ്പോഴും തനിക്ക് നേരെ കോടിക്കണക്കിന് വരുന്ന ജനശരവർഷം തീർക്കുമ്പോഴും ജനമനസ്സിൻ്റെ ഹിതം രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രഹരമായി മോദിക്ക് ഭവിക്കുമ്പോഴും മോദി നാടൻകെട്ട മൗനത്തിൻ്റെ വാത്മീകത്തിൽ അടയിരിക്കുകയാണ്. അടിയന്തരമായി നടക്കാനിരിക്കുന്ന ഇലക്ഷന് മുമ്പ് നിയമങ്ങൾ മാറ്റിയില്ലെങ്കിൽ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടും. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടാനാവില്ല. സമഗ്രമായ ഒരു മാറ്റത്തിനായാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതൊന്നും പരിഗണിക്കാത്ത ഒരു സർക്കാർ വൻ പരാജയം തന്നെയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത്രയും നാണം കെട്ട ഒരു പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ഭരണത്തിൽ ഇരുന്നിട്ടില്ല. രാജ്യത്തെ ഇങ്ങനെ നാണം കെടുത്തിയിട്ടില്ല. ജനാധിപത്യത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടില്ല. ഈ പ്രധാനമന്ത്രിയെ രാജ്യം ഇങ്ങനെ ഇകഴ്ത്തുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ മോദിയുടെ ചെയ്തികളുടെ കർമ്മഫലം തന്നെ. മോദിക്ക് ഇനിയൊരു അവസരം രാജ്യം നൽകില്ല എന്നത് മോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മോദി അവസാനത്തെ കളി കളിക്കാൻ രാജ്യത്തെ തകർത്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നത്. പക്ഷേ മോദിജി, നിങ്ങളുടെ വ്യാജം പറയുന്ന നാവിനെയും രാജ്യത്തെ തരിപ്പണമാക്കുന്ന ചിന്തയെയും വർഗീയ പേക്കൂത്തിനെയും കടിഞ്ഞാണിട്ട് മൂക്കുകുത്തിക്കാൻ രാജ്യം തയ്യാറായി കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നിലുണ്ട്. രാജ്യം പ്രതീക്ഷ പുലർത്തുന്ന നേതാവായി ഉയരുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.